നമ്മെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഭൂമിയിലേക്ക് അവതരിപ്പിച്ച ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരെ പങ്കുവയ്ക്കാൻ ഷെയർ ചെയ്യുക. അങ്ങനെ ഒരാത്മാവിനെയെങ്കിലും നമുക്ക് രക്ഷിക്കുവാൻ ഇടവരട്ടെ. യേശു ക്രിസ്തു പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ ശുശ്രൂഷകളിലൂടെ നമ്മുടെ സന്മാർഗത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ വലിയ ആനന്ദമുണ്ടാകും. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26-27 വചനങ്ങളിലൂടെ നമ്മളോട് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഒരു വലിയ രഹസ്യമാണ് പഠിപ്പിക്കുന്നത്. അതായത് ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. അതൊരു വലിയ രഹസ്യമാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ബാഹ്യമായിട്ടുള്ള മറ്റൊരു വ്യക്തിക്ക് കാണുവാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എങ്കിൽ നമ്മിലൂടെ മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഈ വ്യക്തിയിൽ ക്രിസ്തു ഉണ്ട്. കാരണം അവൻ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട സകല മ്ലേച്ഛതകളും പാപകരമായ മാർഗങ്ങളും അശുദ്ധമായ ചിന്താഗതികളും അശുദ്ധമായ പ്രവർത്തന രീതികളും അശുദ്ധിയിലേക്ക് നയിക്കുന്ന പാപ മാർഗങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് അവനൊരു പുതിയ സൃഷ്ടിയായി മാറും. കാരണം പുതിയ സൃഷ്ടിയായി മാറുക എന്നതൊരു പരമപ്രധാനമായ കാര്യമാണ്. പുതിയ സൃഷ്ടിയാകുന്നത് ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരുമ്പോഴാണ്. ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത്. ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിമിത്തം നമ്മുടെ ആത്മാവ് നീതിയുള്ളതായിരിക്കും. അപ്പോൾ പരമപ്രധാനമെന്ന് പറയുക പുതിയ സൃഷ്ടിയാവുക. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത, യേശുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, യേശുവിനെ രുചിച്ചറിയുവാൻ കഴിയാത്ത നാളുകളിൽ വന്നുപോയ മ്ലേച്ഛതകൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാവുകയാണ്. അപ്രകാരം പുതിയ സൃഷ്ടിയാവുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായി കടന്നു വരികയാണ്. ഞാൻ നിന്റെ ഹൃദയവാതിലിൽ മുട്ടി വിളിക്കുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. അവിടെ വാസമുറപ്പിക്കും. ഞാൻ അവനുമായി ഭക്ഷണം കഴിക്കുമെന്ന് വരെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നവനത് ഒരു പുതിയ സൃഷ്ടിയാണ്. യേശു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനത്തിലൂടെ യേശു പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മാംസരക്തങ്ങൾ സ്വീകരിക്കുന്നത് വഴി യേശു നമ്മിലേക്ക് കടന്നു വരുന്നു, നമ്മിൽ വസിക്കുന്നു, നമ്മൾ യേശുവിൽ വസിക്കുന്നു. അങ്ങനെ യേശുവിൽ വസിക്കുന്ന നാം ഓരോ വ്യക്തികളും പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൂടെ വസിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ പരിശ്രമിക്കാം. കാരണം ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാലും, ഏതെല്ലാം പേരുകൾ നേടിയെടുത്താലും, ഏതെല്ലാം ഉന്നത പദവികളെ അലങ്കരിച്ചാലും ശരി, ക്രിസ്തു നമ്മിൽ ഇല്ല എങ്കിൽ, ഒരു പുതിയ സൃഷ്ടി ആവുന്നില്ല എങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ വസിക്കുവാൻ ആഗ്രഹം പോലും ഇല്ല എങ്കിൽ, സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തു കടന്നു വരുന്നത്? യേശു പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയവാതിൽ മുട്ടുകയാണ്. എൻ്റെ സ്വരം ശ്രവിച്ച് അത് മനസ്സിലാക്കിയിട്ട് അതിനെ വിവേചിച്ചറിഞ്ഞ് ആരെങ്കിലും ഹൃദയവാതിലുകൾ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും, ഞാൻ അവിടെ വസിക്കുകയും ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ വചനം കേട്ട് ഹൃദയവാതിൽ തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വ്യഭിചാരം ചെയ്യാൻ അവസരം കിട്ടിയാൽ ഈ മ്ലേച്ഛതയിൽ നിന്ന് ഓടിയകലുന്നവൻ ഒരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, മദ്യപിച്ചിരുന്ന ഒരു വ്യക്തി മദ്യപാനം ഉപേക്ഷിക്കുമ്പോൾ യേശുവിൻ്റെ സ്വരം കേട്ട് നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയാവുകയാണ്. അപ്പോൾ ഏതെല്ലാം മ്ലേച്ഛതകൾ നമ്മൾ ചെയ്തിരുന്നോ, കൈക്കൂലി വാങ്ങുക, തെറി പറയുക, ശപിക്കുക, മദ്യപിക്കുക, കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് മറ്റുള്ളവരെ ആക്രമിക്കുക, ചതിയിൽപ്പെടുത്തുക, കെണിയിൽപ്പെടുത്തുക,
എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുക, കുടുംബത്തിൽ ഒരു സിംഹത്തെ പോലെ ആയിരിക്കുക, എന്ത് തന്നെ മ്ലേച്ഛതകളാണെങ്കിലും അവ ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ സ്വരം കേട്ട് നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്ന് യേശുവിനെ സ്വീകരിക്കാൻ, യേശുവിന് വസിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറുകയാണ്. ദൈവാത്മാവ് വസിക്കുന്ന സ്ഥലങ്ങൾ ദൈവത്തിൻ്റെ ആലയമായി മാറുകയാണ്. യോഹന്നാൻ 14:10 കർത്താവ് പറയുകയാണ്, എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നു. യേശു എന്തെല്ലാം പ്രവർത്തിച്ചുവോ, 3.5 വർഷക്കാലം ഭൂമിയിൽ മനുഷ്യരൂപത്തിലായിരുന്നു കൊണ്ട് എന്തെല്ലാം പ്രവർത്തിച്ചുവോ അതെല്ലാം കർത്താവ് അവകാശപ്പെടുന്നത് എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളൊരു പുതിയ സൃഷ്ടിയാവുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ, അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലൂടെ വീണുപോയ പാപസാഹചര്യങ്ങൾ, പാപപ്രവർത്തികൾ, അവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാവുകയാണ്. അങ്ങനെ പുതിയ സൃഷ്ടിയാവുമ്പോൾ പാപം അല്പം പോലും ലേശാത്ത, പാപമൊഴികെ മറ്റെല്ലാം മനുഷ്യനെ പോലെ പ്രവർത്തിച്ച ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരം, ആത്മാവും ദൈവാത്മാവിൻ്റെ ആലയമായി മാറുകയാണ്. എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് കർത്താവ് അവകാശപ്പെട്ടപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ, കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, കർത്താവ് നന്മ പ്രവർത്തിച്ചതുപോലെ നന്മ പ്രവർത്തിക്കുവാൻ, മറ്റുള്ളവരോട് പിതാവായ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയതുപോലെ നമുക്കും സാക്ഷ്യപ്പെടുത്തുവാൻ, സുവിശേഷമായി മാറുവാനുള്ള കൃപാവരങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകും, എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മറ്റൊരു സഹായകനെ ഞാൻ അയക്കും. മറ്റൊരു സഹായകൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അയക്കും. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കില്ല. കാരണം യേശുവിനെ അറിയാത്ത, യേശുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്കും ഈ പരിശുദ്ധാത്മാവിനെ അറിയുവാനോ അനുഭവിക്കുവാനോ സാധിക്കില്ല. കാരണം യേശു 33.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു, ഒരു മാംസം ധരിച്ച് ഭൂമിയിൽ വസിച്ചതുപോലെ ഒരു മാംസധാരിയായി പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകം ഈ ആത്മാവിനെ കാണുകയില്ല, അറിയുകയില്ല. ഈ മറ്റൊരു സഹായകനായ സത്യാത്മാവ് കടന്നു വരുമ്പോൾ നമുക്ക് സത്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കൃപ ലഭിക്കും. എന്നാൽ ആ സത്യം ഗ്രഹിക്കുവാനുള്ള കൃപ ലോകത്തിനില്ല. അവരപ്പോൾ നമ്മളെ വെറുക്കും, എതിർക്കും, നമുക്കെതിരെ സകലവിധ തിന്മകളും സ്വരുക്കൂട്ടുകയും ചെയ്യും. അപ്പോൾ സഹോദരങ്ങളെ, ക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായത്താൽ. കാരണം പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു വലിയ സഹായകനായിട്ടാണ്. അപ്പോൾ ഈ സഹായകൻ കടന്നു വരണമെങ്കിൽ ആദ്യമേ നമ്മൾ മാനസാന്തരത്തിലേക്കും കടന്നു വരണം. മാനസാന്തര അനുഭവത്തിലൂടെ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. ക്രിസ്തുവിൻ്റെ വാസസ്ഥലമായി നമ്മൾ രൂപപ്പെടണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ വാസസ്ഥലമായി നമ്മൾ രൂപപ്പെടുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറും. ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവ മക്കളായി മാറുന്നത്. അപ്പോൾ ശിരസിനോട് ശരീരം ഗാഢബന്ധം പുലർത്തുന്നത് പോലെ, നമ്മുടെ എല്ലാ അവയവങ്ങളും ശിരസിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മുടെ സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം സഭയാണ്. ആ സഭയിലെ ഒരംഗമാണ്, ഒരവയവമാണ് ഞാൻ എന്ന പൂർണ്ണ ബോധ്യം, ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ക്രിസ്തു നമ്മിലുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയും നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയും നമ്മിലൂടെ മറ്റനേകർ രക്ഷ കണ്ടെത്തുകയും ചെയ്യും. ഇപ്രകാരമുള്ള ഒരു നീരുറവയുടെ അരികിൽ നട്ട ഒരു ഫലഭൂയിഷ്ഠമായ, ഒരു ഫലസമൃദ്ധമായ ഒരു വൃക്ഷമായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.